ഒരു ദിവസം കാട്ടിൽ താമസിക്കുന്ന ഒരു ചെന്നായ്ക്ക് പതിവ് വേട്ടയാടൽ രീതിയിൽ നിന്നും ഒന്ന് മാറി പുതിയതായി എന്തെങ്കിലും ശ്രമിക്കണമെന്ന് തോന്നി. ഇന്ന് ഗ്രാമത്തിനടുത്ത് പോയി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് അത് കാട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുലർച്ചെ മുതൽ തന്നെ അത് ഗ്രാമത്തിന്റെ ചുറ്റുപാടുകളിൽ അലഞ്ഞു തിരിഞ്ഞു. പക്ഷെ എവിടെയും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ഭക്ഷണവും അതിന് കിട്ടിയില്ല. വിശപ്പും ക്ഷീണവും കൂടിക്കൊണ്ടിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്രാമത്തിന്റെ അതിരിൽ ഒരു ചെറു വീട് അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അത് നിശബ്ദമായി വീടിനോട് ചേർന്ന് നിന്നു. അപ്പോൾ ആ വീട്ടിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനൊപ്പം അമ്മയുടെ ശബ്ദവും. ഷ്, കുഞ്ഞെ, ശാന്തമായി ഇരിക്കെ. ഇനി കരഞ്ഞാൽ നിന്നെ പിടിച്ച് ചെന്നായ്ക്ക് കൊടുക്കും. അത് കേട്ടപ്പോൾ ചെന്നായിയുടെ കണ്ണുകൾ തിളങ്ങി. ഇത്ര എളുപ്പത്തിൽ ഒരു നല്ല ഭക്ഷണം കിട്ടുമോ എന്ന് വിചാരിച്ച് അത് തുറന്ന ജനലിന് കീഴിൽ ശാന്തമായി ഇരുന്നു. സമയം കടന്നുപോയി. കുഞ്ഞ് ഇടയ്ക്കിടെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ആരും പുറത്തേക്ക് വന്നില്ല. പ്രതീക്ഷയോടെ ചെന്നായ മുഴുവൻ ദിവസവും അവിടെ തന്നെ കാത്തുനിന്നു. സന്ധ്യയായപ്പോൾ അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് താലോലിച്ചു. മൃദുവായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കുമോനെ, ഭയപ്പെടേണ്ടതില്ല. ചെന്നായിക്കൊന്നും നിന്നെ കൊടുക്കില്ല. അച്ഛൻ ഇപ്പോൾ തന്നെ വരും. അച്ഛൻ വന്നാൽ ഉടൻ തന്നെ ചെന്നായിയെ ഓടിച്ചുവിടും. ഇത് കേട്ടപ്പോൾ ചെന്നായി ആശ്ചര്യപ്പെട്ടു. ഇവരുടെ വാക്കുകൾക്കൊന്നും ഒരു ഉറപ്പുമില്ലല്ലോ. ഇങ്ങനെയല്ലല്ലോ ഇവർ മുൻപ് പറഞ്ഞത് എന്ന് അത് മനസ്സിൽ വിചാരിച്ചു. അതിനിടയിൽ തന്നെ അച്ഛൻ വേട്ടപ്പട്ടികളുമായി വീട്ടിലെത്തി. നായ്ക്കൾ ചെന്നായിയെ കണ്ട് കുരച്ചു പിന്തുടർന്നു. ജീവൻ രക്ഷിക്കാനായി ചെന്നായ വേഗത്തിൽ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു സത്യം മനസ്സിലായി. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കേണ്ടതില്ല എന്ന്.